പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ ഇടവകയിലൂടെ ഒരു വലിയ സമൂഹമായി ഞങ്ങൾക്ക് വളരുവാൻ ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം. ഇടവക ദിനമായി കൊണ്ടാടുമ്പോൾ, വിവിധ കാര്യപരിപാടികളിൽ ഞങ്ങൾ ഇടപെടുമ്പോൾ തിരുനാമം മഹത്വപ്പെടുവാൻ സഹായിക്കണമേ. അല്പനേരം കൂടെ ഞങ്ങൾ ദൈവാലയത്തിലിരിക്കുന്നു. ചുരുക്കമായ സമയം ദൈവവചനത്തിൽ നിന്നും ശ്രമിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവ തിരുനാമത്തിന് സ്തോത്രം. സന്തോഷമുള്ള ഈ ദിവസം നിങ്ങൾക്ക് ഏവർക്കും സഭാദിനത്തിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. പുതിയ വർഷം നന്മ നിറഞ്ഞതായി, സമൃദ്ധിയുള്ളതായി, സ്വസ്ഥതയുള്ളതായി അനുഭവിക്കാൻ കരുണാമയനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എൻ്റെ കാര്യത്തിൽ വളരെ കരുതലുള്ളവനായി, കൊച്ചമ്മയും മക്കളും സ്നേഹമുള്ളവരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓഫീസ് ബേറേഴ്സായി പല ചുമതലകൾ ഏറ്റിരിക്കുന്ന പ്രിയപ്പെട്ടവർ വ്യത്യസ്ത നിലകളിൽ ഈ ശുശ്രൂഷകളിൽ സഹകരിക്കുന്നതിനൊപ്പം ദൂരസ്ഥനായ എനിക്ക് ഇവിടെ എത്തിച്ചേരാനും നിങ്ങളുടെ സ്നേഹാദരങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകാനും അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് സന്തോഷം അറിയിക്കണമെന്നുണ്ടെങ്കിൽ സമയദാരിദ്ര്യം കൊണ്ട് ഞാനതിന് മുതിരുന്നില്ല. എനിക്ക് വിശിഷ്ടമായ ഭക്ഷണം നൽകി സഹായിച്ചവരും ഒരുക്കിയവരുമായ ആൻറ്റിമാരും അങ്കിൾമാരും അവരുടെ കുടുംബാംഗങ്ങളും ഇങ്ങനെ എല്ലാവരോടുമുള്ള ഒറ്റ വാക്കിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് കടക്കട്ടെ. അല്പം ധ്യാനിക്കാൻ തെരഞ്ഞെടുക്കുന്നു വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവർ ബത്സയിദയിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടനെ കൈക്ക് പിടിച്ചവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ച് നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപ്പെട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ എത്രയെ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറി അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. ഈ ഊരിൽ കടക്ക പോലും അരുത് എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ അന്ധന്മാരുള്ള നാടാണ് ഭാരതം. മനുഷ്യന്റെ പുറമേയുള്ള കാഴ്ചകൾ അല്പം ഒന്ന് മങ്ങിത്തുടങ്ങുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോയി വെളിച്ചം എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ആകാംക്ഷയും ആഗ്രഹവും ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ മനുഷ്യൻ ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തനും വിശേഷനുമാണ്. അതുകൊണ്ട് പുറത്തെ കാഴ്ചയ്ക്കും വെളിച്ചത്തിനും അപ്പുറം ഉള്ളിലുള്ള പ്രകാശത്തിനാണ് വേദപുസ്തകത്തിൽ പരമ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. എന്നാൽ ബാഹ്യമായ കണ്ണുകൾ മങ്ങിത്തുടങ്ങുമ്പോൾ കാണിക്കാറുള്ള അസ്വസ്ഥതയൊന്നും ആന്തരിക മനുഷ്യൻ അന്ധനാകുമ്പോൾ ആരും പ്രദർശിപ്പിച്ച് കണ്ടിട്ടില്ല. എങ്ങനെയാണ് അകത്തെ മനുഷ്യൻ കാഴ്ചയില്ലാത്തവനാവുക? കാഴ്ചയില്ലെങ്കിൽ എങ്ങനെയാണ് അറിയാൻ കഴിയുക? ഈ കാഴ്ച നഷ്ടപ്പെടുത്തിയ സാഹചര്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ഈ കാഴ്ച പുനഃസ്ഥാപിക്കാൻ ഉണ്ടോ വല്ലതും മാർഗം? ഇങ്ങനെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി പ്രാർത്ഥിച്ചെന്റെ കൃത്യത്തിൽ നിന്ന് വിരമിക്കാം. കർത്താവിനൊരു പ്രത്യേക സ്വഭാവമുണ്ടായിരുന്നു. വഴിയെ നടക്കുമ്പോഴും വല്ലതും പ്രസംഗിക്കാനുണ്ടെങ്കിൽ വഴിവക്കിൽ സഞ്ചാരിയായി പ്രസംഗം നടത്തുക. അവിടുന്ന് ഒരു ദിവസം നടക്കാനിറങ്ങിയപ്പോൾ കൂടെ പോകാൻ വലിയ പുരുഷാരമുണ്ടായി. ആ തിരക്കിനിടയിൽപ്പെട്ട് കർത്താവ് നടക്കുന്നതിനിടയിലാണ് ആളുകളോട് എന്തോ പറയണമെന്നുണ്ടായിട്ട് തിരക്കിനെ വകഞ്ഞു നീക്കി വന്നുകൊണ്ടിരുന്നവർക്ക് മുമ്പിൽ അഭിമുഖം എന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഒറ്റ വാചകം: പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ ഒരു വാചകം പറഞ്ഞതോടെ വന്നിരുന്നവർ യേശു നിന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. കർത്താവ് അവർക്കൊപ്പം മുന്നോട്ട് പോയി.
ഈ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞ ഈ ചെറിയ വാചകം അപ്പോസ്തലന്മാരുടെ മുന്നിൽ പോലും നിരവധി അസ്വസ്ഥമായ ചോദ്യങ്ങൾക്ക് ഇടയാക്കി. അവർ ചിന്തിക്കുന്നതിനർത്ഥം കർത്താവ് പോലും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടി അവരുടെ മുമ്പിലൂടെ നടക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോയ ഈ ജനവലിയുടെ മുമ്പിൽ വീണ്ടും കർത്താവ് നിന്ന് അഭിമുഖം അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോഴും ഗ്രഹിക്കുന്നില്ലയോ ഞാൻ ആരാണെന്ന്? നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലയോ? ചെവി ഉണ്ടെങ്കിലും എന്നെക്കുറിച്ച് ഒന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലയോ? കണ്ണുണ്ടെങ്കിലും കാണുന്നില്ലയോ എന്ന് പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ. സാക്ഷാൽ കണ്ണുകളില്ലാത്ത കാഴ്ചയില്ലാത്ത ഒരാളെ മറ്റു ചില ആളുകൾ കൂട്ടിക്കൊണ്ട് കർത്താവിന്റെ മുന്നിൽ ഈ ജനാവലി കാണിക്കെ നിർത്തി. എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലയോ എന്ന് ചോദിച്ചു നിർത്തുമ്പോൾ ശരിയായി കാഴ്ചയില്ലാത്ത ഒരാളെ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയാലുള്ള സ്ഥിതി എന്താണ്? ഈ മനുഷ്യരുടെ മുമ്പിൽ ഈ മനുഷ്യരിലൂടെ എന്തോ കർത്താവിന് പറയാനുണ്ടായിരുന്നു. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 8 സംഭവങ്ങൾ ഒഴിച്ച് മറ്റെല്ലാം മത്തായിയോ മറ്റു സുവിശേഷകന്മാരോ ആവർത്തിച്ചിട്ടുണ്ട്. മർക്കോസ് സുവിശേഷത്തിൽ മാത്രമുള്ളതും അഥവാ മറ്റ് സുവിശേഷങ്ങളിൽ ആവർത്തിച്ചിട്ടില്ലാത്തതുമായ 8 വേദഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലെ സംഭവം. 2, യേശു കർത്താവിന്റെ ജേർണി നറേറ്റീവ് ആരംഭിക്കുന്നത് മർക്കോസ് 8-ാം അധ്യായത്തിലാണ്. ഈ യാത്ര ചെന്ന് അവസാനിക്കുന്നത് കുരിശിൽ. 3 അധ്യായങ്ങളിലാണ് ഈ സംഭവം പരന്നു കിടക്കുന്നത്. 8, 9, 10 അധ്യായങ്ങളിൽ ഒരു അന്ധനെ സൗഖ്യമാക്കുന്നതിലൂടെ ഈ യാത്ര ആരംഭിച്ച് മറ്റൊരു അന്ധനെ 10-ാം അധ്യായത്തിൽ കർത്താവ് സൗഖ്യമാക്കുന്നതുകൊണ്ട് എരിഹോ പട്ടണത്തിലേക്ക് കടക്കുന്നതോടെ കഴുതപ്പുറത്ത് കയറിയിരിക്കാൻ ആ ചൈത്രയാത്രയ്ക്ക് കർത്താവ് മുതിരാൻ എത്തിച്ചേരുകയാണ്. ഈ 3 അധ്യായങ്ങളിൽ തുടക്കം കുറിക്കുന്നത് 2 സ്പർശനമുണ്ടായിട്ടേ നന്നാകൂ എന്ന് വന്ന ഒരു അന്ധനെ സൗഖ്യമാക്കിക്കൊണ്ടാണ്. മറ്റൊരു അന്ധനെ സൗഖ്യമാക്കുന്നത് പോലെ ഈ സംഭവ പരമ്പരകൾ മുന്നേറുകയാണ്. കാഴ്ച പ്രാപിക്കുന്നതാണ് ശിഷ്യത്വം. കാഴ്ചപ്പാടിലേക്കുള്ള ക്ഷണമാണ് ദൈവവിളി. ഈ സത്യം ഈ പുസ്തകം വ്യക്തമാക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈ കാണുന്ന വിവരണത്തിലൂടെ മറ്റൊരു പ്രത്യേകത, കർത്താവ് നിരവധി അന്ധന്മാരെ സൗഖ്യമാക്കിയിട്ടുള്ളതിൽ എല്ലാവരുടെ കാര്യത്തിലും അവൻ പിറവി മുതലേ കുരുടനായിരുന്നു എന്നോ അല്ലാതെയായിരുന്നു എന്നോ ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കുരുടൻ മാത്രം അവൻ പിറവി കുരുടനായിരുന്നോ എന്നല്ലയോ എന്നൊന്നും വിശദീകരിക്കുന്നില്ല. മറ്റൊരു പ്രത്യേകത, കർത്താവ് പൂർണ്ണമായും സൗഖ്യമാക്കുന്നതിന് വേണ്ടി യേശുവിന് പോലും പെടാപ്പാടുപെടേണ്ടി വരുന്ന മറ്റൊരു രോഗിയെയും വേദപുസ്തകത്തിൽ നാം കാണുന്നുമില്ല. ഇവനെ മാത്രം കർത്താവ് ക്ലേശിക്കുന്നു സൗഖ്യമാക്കാൻ. അതിന് കാരണമെന്ത് എന്ന് ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. കർത്താവ് ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവൻ എനിക്ക് മനുഷ്യരെ കാണാനില്ല. പക്ഷേ ഇവൻ ഉയർത്തു നോക്കി തലനിവർത്തി നിന്നുകൊണ്ട് മനുഷ്യരെ കാണാം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണാം, പക്ഷേ ഞാൻ മനുഷ്യരെ കാണുമ്പോൾ മനുഷ്യരെയല്ല മരങ്ങളെ പോലെയാണ് മനുഷ്യരെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാലത്ത് ഇവൻ മനുഷ്യരെയും മരങ്ങളെയും കണ്ടിട്ടുള്ളവനായിരിക്കാണ് സാധ്യത. അല്ലെങ്കിൽ ഇപ്പോൾ ഈ താരതമ്യം ചെയ്തുകൊണ്ട് മനുഷ്യരെ മരങ്ങൾക്ക് ഉപമിക്കാൻ ഇവന് കഴിയും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പണ്ടെങ്ങാണ്ടോ കാഴ്ച ഉണ്ടായിരുന്നവനും പിൽക്കാലത്ത് ഏതോ രോഗം ബാധിച്ചോ ഏതോ ഗുരുത്തക്കേട് കാണിച്ചോ കാഴ്ച നഷ്ടപ്പെടുത്തിയവനുമായിരിക്കാനാണ് സാധ്യത. ഈ മനുഷ്യരെ കർത്താവെ തൊടണമേ, സുഖമാക്കി വിടണമേ എന്ന് പറഞ്ഞതിനിടയ്ക്ക് കർത്താവ് ഇവനെ കയറി പിടിച്ചു, ഊരിന് പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ നിർത്തി ഇവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ച് ഇവനെ കൈകാര്യം ചെയ്ത് മണിക്കൂറുകൾ എടുത്താണ് പൂർണ്ണ സൗഖ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇവന് സാധാരണഗതിയിലെ സൗഖ്യമായിരുന്നു വേണ്ടിയിരുന്നത് എങ്കിൽ, ഇവൻ സാധാരണ കുരുടനായിരുന്നുവെങ്കിൽ നിസ്സാരമായി കർത്താവ് ഇവനെ സൗഖ്യമാക്കുമായിരുന്നു. എന്നാൽ
ഇവനെ ബാധിച്ച കുരുട് അസാമാന്യം എന്ന് വ്യക്തമാണ്. യേശു ബത്സയിദയിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. ബത്സയിദയിൽ വെച്ച് ഒരു കുരുടൻ യേശുവിന്റെ മുമ്പിൽ വരാൻ പാടില്ലായിരുന്നു, വരരുതായിരുന്നു. കാരണം കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ അനവധി പ്രാവശ്യം അരങ്ങേറിയിട്ടുള്ളൊരു പട്ടണമാണ് ഈ ബത്സയിദ. യേശു കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ പത്രോസ്, അന്ത്രയാസ്, ഫിലിപ്പോസ് എന്നിവരുടെ സ്വന്തം പട്ടണമാണ് അന്ധൻ നിൽക്കുന്ന ബത്സയിദ എന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 44-ാം വാക്യത്തിൽ വ്യക്തമാണ്. ആ പട്ടണത്തിലെ പത്രോസിന്റെ ഭവനത്തിൽ കർത്താവ് പലവട്ടം ചെന്നിട്ടുണ്ട്. പത്രോസിന്റെ അമ്മായിമ്മയുടെ ഭവനത്തിൽ വെച്ചാകാം കർത്താവ് തളർവാദക്കാരന് സുഖം നൽകിയത്. അന്ന് ആ സംഭവം അങ്ങാടിയിലെ പാട്ടുപോലെ പ്രസിദ്ധമായി പരന്നതാണ്. യേശുവിന്റെ മുമ്പിൽ നിരവധി രോഗികൾ ഒറ്റ ദിവസം കൊണ്ട് കർത്താവിന്റെ മുന്നിൽ എത്തുകയും പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തതാണ്. ആ പട്ടണക്കാരനായിരുന്ന ഇവൻ മാത്രം ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല, കേട്ടില്ല, അതുകൊണ്ട് എനിക്ക് പോകാൻ ഒത്തില്ല എന്ന് പറയാൻ കഴിയും എന്ന് തോന്നുന്നില്ല. യേശു കർത്താവ് ചെയ്ത 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു അത്ഭുതം 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ൽ പരം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അനവധി കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം നിറഞ്ഞ സംഭവമാണ്. ഈ സംഭവം നടന്നത് ഈ ബത്സയിദയിൽ വെച്ചായിരുന്നു എന്ന് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവത്തെ കുറിച്ച് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ വിശദീകരിക്കുമ്പോൾ പെസഹ പെരുന്നാൾ അടുക്കുന്ന ഈ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും വാഹനമൃഗത്തിലും വള്ളത്തിലും കാൽനടയിലും എത്തിച്ചേർന്നവരെല്ലാം യേശു കർത്താവ് ബത്സയിദയിൽ നിന്ന് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ സ്ഥലത്തേക്ക് ഇരമ്പി എത്തിയതായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പട്ടണക്കാരനായിരിക്കും ഞാൻ മാത്രം അറിഞ്ഞില്ലെന്നും അതുകൊണ്ട് യേശു കർത്താവിന്റെ മുമ്പിൽ ചെന്നില്ലെന്നും നമുക്ക് പറഞ്ഞൊഴിയാൻ കഴിയും എന്ന് തോന്നുന്നില്ല. യേശു കർത്താവ് ബത്സയിദയിൽ നിന്നുകൊണ്ട് ദീർഘമായ ഒറ്റ പ്രഭാഷണം പുലർച്ചെ മുതൽ അന്തി വരെ ചെയ്യുകയായിരുന്നില്ല. മറിച്ച് താൻ ചെയ്യുന്ന കൊച്ചു കൊച്ചു പ്രഭാഷണങ്ങൾക്കിടയിൽ വീണ് കിട്ടുന്ന ഇടവേളകളിൽ തന്റെ മുന്നിലെത്തിയ പരശതം രോഗികൾക്ക് കർത്താവ് സൗഖ്യവും നൽകിക്കൊണ്ടിരുന്നു. ഇവൻ ആ പട്ടണത്തിലുണ്ടായിരിക്കെ എന്തുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നില്ല എന്നതൊരു ചോദ്യമാണ്. ഞാൻ വിളിച്ചു പോകുന്നു, ഇവൻ അഹങ്കാരിയായ കുരുടനാണ്. മറ്റുള്ളവരുടെ സഹായം ഉണ്ടായപ്പോൾ മാത്രം അവൻ യേശുവിന്റെ മുന്നിൽ വന്നു. ഈ പട്ടണക്കാരനായിരുന്നിട്ടും രക്ഷയുടെ മാർഗം മുമ്പിലൂടെ യാത്ര ചെയ്യുമ്പോഴും അവന്റെ മുമ്പിലേക്ക് എത്താൻ മെനക്കെടാതെ അന്ധനായി തുടരാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യൻ. അവന് സൗഖ്യം വേണം, കാഴ്ച പ്രാപിക്കണം എന്നത് നാട്ടുകാരുടെ ആവശ്യം കൂടിയായി മാറിയിരുന്നു. ഇവനെ സൗഖ്യമാക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ ഇവനെ കർത്താവ് പോലും പണിപ്പെട്ടാണ് സൗഖ്യമാക്കുന്നത്. ഇവൻ എങ്ങനെ കുരുട് ബാധിച്ചു എന്നറിഞ്ഞാലേ യേശു കർത്താവിന് എന്തുകൊണ്ട് ക്ലേശിക്കേണ്ടി വരുന്നു ഇവനെ സുഖമാക്കാൻ എന്ന് നമുക്ക് എത്തിച്ചേരും തീരുമാനത്തിൽ വരാൻ കഴിയും. ഇവനോട് ചോദിച്ചാൽ യേശുവിനോട് പോലും പരസ്യമായി പച്ചക്കള്ളം പറഞ്ഞവനാണ്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ ഇവൻ സത്യം പറയും എന്നുറപ്പില്ല. അതിനാൽ ഇവനെ പോലെ പണ്ട് കാഴ്ച ഉണ്ടായിരുന്നവരും പിൽക്കാലത്ത് ജീവിതത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടവരും നഷ്ടപ്പെടുത്തിയവരുമായ ചില ആളുകളെ കണ്ട് ചോദിക്കാൻ, നിങ്ങൾക്ക് എങ്ങനെയാണ് കാഴ്ച നഷ്ടപ്പെട്ടു പോയതെന്ന്. അതിന് ഞാൻ ചില ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്നും ചികഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കട്ടെ. വേദപുസ്തകത്തിലെ ലിഖിത ചരിത്രം ആരംഭിക്കുന്നത് അബ്രാമിനെ കർത്താവ് വിളിക്കുന്നതോടെയാണ്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ. 12-ാം അധ്യായത്തിന് മുമ്പുള്ളതെല്ലാം ചരിത്രാതീത കാലത്തെ ചരിത്രം ചുരുക്കി രേഖപ്പെടുത്തിയിട്ടുള്ളവയാണ്. അബ്രാമിനെ കർത്താവ് വിളിക്കുമ്പോൾ മച്ചി എന്ന് ലോകം പുച്ഛിച്ചു തള്ളിയ തന്റെ ഭാര്യയ്ക്ക് സാറായിയും പുത്രന്മാരൊന്നും പിറന്നിരുന്നില്ല. ദൈവമായ കർത്താവിനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും ആറ്റുതീരത്തിൽ മണൽ പോലെയും നിന്റെ സന്താന പരമ്പരയെ വർദ്ധിപ്പിക്കുമെന്ന്. വർഷം 24 പിന്നിട്ടു. ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ അബ്രാമും ഭാര്യയും തന്റെ ജ്യേഷ്ഠപുത്രൻ ലോത്തും അവന്റെ ഭാര്യയും അവന്റെ മക്കളും ഒന്നിച്ച് യാത്രയിൽ പുറപ്പെട്ടു. ഇരുകൂട്ടരും യാത്ര തുടങ്ങിയപ്പോൾ ആട്ടിൻകൂട്ടം കുറച്ചായിരുന്നുവെങ്കിലും വഴിവക്കിൽ വെച്ച് പെറ്റുപെരുകി 24 വർഷത്തിനിടയിൽ അവർ സമ്പന്നരായി മാറി.
ഇപ്പോൾ അവരുടെ യാത്ര യോർദാൻ പുഴയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. യോർദാൻ പുഴയോരത്ത് അന്ന് 2 ജനാവലി പാർത്തിരുന്നു, കനാന്യരും പെരിസ്യരും. കനാന്യർ ലോലാൻഡേഴ്സ്, പെരിസ്യർ ഹൈലാൻഡേഴ്സ്. ഈ 2 സമൂഹവും ചേർന്ന്, ഈ കനാന്യരും പെരിസ്യരും ചേർന്ന് മലയും താഴ്വരയും ഒരുപോലെ കൈയടക്കിയിരുന്നതിനാൽ യോർദാൻ പുഴവക്കിൽ പറ്റിവളരുന്ന കുറ്റിച്ചെടികളില്ലാതെ ഈ ഇരുകൂട്ടരുടെയും ആട്ടിൻകൂട്ടങ്ങൾക്ക് മേയുന്നതിന് പുല്ല് കിട്ടുന്നില്ലെന്നതായിരുന്നു അബ്രാമിന്റെയും ലോത്തിന്റെയും ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടാകാനുള്ള കാരണം. ഇതറിഞ്ഞ അബ്രഹാം ലോത്തിനെ തൊട്ടടുത്തുള്ള മമ്രയുടെ തോപ്പിനരികിലേക്ക് ക്ഷണിച്ചു വരുത്തി ഒരു ഒത്തുതീർപ്പ് സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ലോത്തെ, നമുക്ക് തമ്മിൽ പിണക്കം പാടില്ല. നാം മനസ്സിനിണങ്ങിയ ജീവിതം തിരഞ്ഞെടുത്ത് മാറിപ്പോകാം. നീ മുന്നോട്ടെങ്കിൽ ഞാൻ പിന്നോട്ട് പോകാം, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാട്ട് പോകാം. ഈ തീരുമാനം കേട്ട ഉടനെ ലോത്ത് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മമ്രയുടെ തോപ്പിൽ നിന്നും കിഴക്കോട്ട് സൂക്ഷിച്ചു നോക്കി. തെക്കുവടക്കായി യോർദാൻ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യോർദാൻ നദിയുടെ അപ്പുറത്തീരം വളരെ സമൃദ്ധിയുള്ള പച്ചപ്പുള്ളതാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കിയിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ആ ദേശം തിരഞ്ഞെടുത്ത് പോവുകയാണ്. ആ ദേശത്തേക്ക് പോകുവാനുള്ള കാരണം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു. ആ ദേശം യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു എന്ന്. അത്രയും സമൃദ്ധിയുള്ള ഈ സ്ഥലം കണ്ടെത്തുവാനും തെരഞ്ഞെടുക്കാനും ആഗ്രഹിച്ചപ്പുറത്തെത്തിച്ചേർന്ന ലോത്തിന് ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവിടെ പാർക്കുന്ന ആളുകൾ അടുപ്പിക്കാൻ കൊള്ളാത്ത വൃത്തികെട്ട സ്വഭാവമുള്ളവരാണ് എന്ന്. എങ്കിലും അവിടുത്തെ സമൃദ്ധി കണ്ട് മഞ്ഞളിച്ചു പോയ ലോത്ത് അവിടെ നിന്നും വിട്ടുമാറാൻ തയ്യാറാകാതെ അവിടുത്തെ പട്ടണം പണിത് അവിടെ പാർത്തു. ഉൽപ്പത്തി പുസ്തകം തുടർന്ന് വായിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട ദൈവം തമ്പുരാൻ ലോത്തിന്റെ ഭവനം സന്ദർശിക്കുന്നതിന് മുമ്പ് അബ്രഹാമിന്റെ വസതി സന്ദർശിച്ചു. അബ്രഹാമിന്റെ ഭവനം സന്ദർശിച്ചവനെ അനുഗ്രഹിച്ചു പറഞ്ഞു, ഇതേ കാലം അടുത്ത വർഷമാകുമ്പോൾ നിന്റെ ഭാര്യ നിനക്കൊരു പുത്രന് ജന്മം നൽകും. അതോടെ സാറ ഈ എന്ന നീളൻ പേര് മുറിഞ്ഞ് സാറ എന്നാകും. അബ്രാം എന്ന നീളം കുറഞ്ഞ് നിന്റെ പേര് നീണ്ട് വാല് നീണ്ട് അബ്രഹാം എന്നാകും. ഇത് കേട്ടപ്പോൾ തന്നെ സാറായി കഥകിനിടയിൽ ശ്രദ്ധിച്ച് ഊറി ഊറി ചിരിക്കുന്നത് കർത്താവിനെ കേൾക്കാമായിരുന്നു. ഇത് കേട്ട കർത്താവ് പറഞ്ഞു, നിന്റെ ഭാര്യ ഇത് കേട്ടപ്പോഴേ ചിരി. ഇതറിയുമ്പോൾ നാട്ടുകാർ മുഴുവൻ ചിരിക്കും. അതുകൊണ്ട് നിന്റെ ജനിക്കാനിരിക്കുന്ന പുത്രന് ചിരി എന്ന പേര് തന്നെ കിട്ടേറെ എന്ന്. ആനന്ദത്തിൽ സന്തോഷിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട അബ്രഹാം എത്തിച്ചേർന്ന അതിഥികളെ യാത്രയാക്കാൻ യോർദാൻ പുഴവക്കോളം എത്തിച്ചേർന്നു. കൂടെ നടക്കുന്ന കർത്താവ് അബ്രഹാമിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കഴിയില്ല എനിക്ക് രഹസ്യങ്ങളൊന്നും എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നോടൊരു സത്യം ഓർമ്മപ്പെടുത്തട്ടെ. ഇനി ഞാൻ പോകുന്നത് നിന്റെ ജ്യേഷ്ഠപുത്രൻ ലോത്ത് പാർക്കുന്ന പട്ടണത്തിലേക്കാണ്. അവിടെ പോകാനൊരു കാരണമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ യഹോവ സൊദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നേരിട്ട് നോക്കി അറിയാനാണ് ഇന്ന് പോകുന്നതെന്നാണ് കർത്താവ് അവനോട് പറഞ്ഞത്. സൊദോം ഗൊമോറ എന്ന പട്ടണത്തിലെ മനുഷ്യരുടെ നിലവിളിക്ക് കൊലവിളിക്കും കുറവില്ല, പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും കുറവില്ല. അവർ എത്രത്തോളം നിലവിളിക്കുന്നു അത്രത്തോളം ഖനത്തിന് പാപവും ചെയ്യും. എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതോ ഈ വെറും നിലവിളി മാത്രമേ ഉള്ളൂ എന്നിന്ന് ചെന്ന് ഞാൻ നോക്കി കാണാൻ പുറപ്പെടുമെന്നാണ് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞത്. ഇന്ന് അന്തിക്ക് കർത്താവ് പട്ടണത്തിലേക്ക് ഇറങ്ങിച്ചതായിരുന്നു. അടുപ്പിക്കാൻ കൊള്ളാവുന്ന ഒറ്റൊരുത്തരും ഇല്ലാത്ത സൊദോം ഗൊമോറ പട്ടണത്തെ കർത്താവ് ഇന്ന് രാത്രി തന്നെ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി മുച്ചൂടും മുടിച്ചു കളയാൻ ഇടയുണ്ടെന്ന് പ്രിയപ്പെട്ട ആ ദൈവത്തിന്റെ പുത്രൻ അബ്രഹാമിന്റെ വിശ്വാസി അറിയാമായിരുന്നു. അബ്രഹാം കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കാൻ തുനിയുകയാണ്. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് പോകുന്ന ഈ സൊദോം ഗൊമോറ പട്ടണത്തിൽ ഒരു 50 നീതിമാന്മാരെ കാണാനൊത്താൽ അങ്ങ് പട്ടണത്തെ നശിപ്പിക്കുമോ? കർത്താവ് പറഞ്ഞു, ഇല്ലല്ലോ. രണ്ടാമത് 5 കൂടെ കുറഞ്ഞ് 45 ആയാലോ? കർത്താവ് പറഞ്ഞു, എന്നാലും ഞാൻ നശിപ്പിക്കത്തില്ലല്ലോ.
5 കൂടെ വീണ്ടും കുറഞ്ഞത് 40 ചുരുങ്ങിപ്പോയാലും കർത്താവ് പറഞ്ഞു 40 നീതിമാന്മാരുണ്ടെങ്കിലും ഞാൻ നശിപ്പിക്കുകയില്ല. 5 വീതം കുറച്ച് തുടങ്ങിയാൽ 10 എത്തിച്ചേരാൻ ഇരട്ടി ചോദിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ കുശാഗ്ര ബുദ്ധിശാലിയ അബ്രഹാം തുടർന്ന് 10 വീതം കുറച്ച് ചോദിക്കാൻ തുണിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. 40-ൽ നിന്ന് 10 കൂടെ കുറഞ്ഞൊരു 30 പോയാലോ കർത്താവേ? കർത്താവ് പറഞ്ഞു എന്നാലും ഞാൻ നശിപ്പിക്കുകയില്ല. കർത്താവ് 30-ൽ നിന്ന് 10 പോയെന്നിരിക്കട്ടെ, വീണ്ടും ഒരു 20 പോയാലോ? കർത്താവ് പറഞ്ഞു എന്നാലും നശിപ്പിക്കത്തില്ല. ദൈവത്തിന്റെ സ്വഭാവം വ്യത്യാസം മുഖഭാവവും ഒക്കെ കണ്ടിട്ടാവണം അബ്രഹാം പറഞ്ഞു, കർത്താവേ ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുകയുള്ളൂ, ഒന്നും കൂടെ ചോദിച്ചോട്ടെ. ഇനിയുള്ള 20-ൽ നിന്ന് വെറും 10 നീതിമാന്മാർ കുറഞ്ഞിട്ട് വെറും 10 നീതിമാന്മാരെ മാത്രമായിട്ട് ഈ 2 പട്ടണങ്ങളിലും ഇന്ന് കാണാനൊത്താൽ അങ്ങ് ഈ പട്ടണത്തെ മുഴുവൻ ഇന്ന് രാത്രി ഒത്ത് നശിപ്പിക്കുമോ? കർത്താവ് പറഞ്ഞു എന്നാലും ഞാൻ നശിപ്പിക്കുകയില്ല. തുടർന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല ലോത്ത്. അങ്ങനെ നാവിറങ്ങി ലോത്ത് അബ്രഹാം നിൽക്കുമ്പോൾ ലോത്തിന്റെ പട്ടണത്തിലേക്ക് 2 ദൂതന്മാർ സഞ്ചരിച്ച് കഴിഞ്ഞിരുന്നു. ഉൽപ്പത്തി 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോൾ ലോത്ത് പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പട്ടണവാതിൽക്കൽ തൊഴിലില്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എന്നല്ലേ അതിനർത്ഥം. സിറ്റി ഗേറ്റ് ജുഡീഷ്യറി എന്ന ഒരു പഴയ നിയമ കാര്യമുണ്ടായിരുന്നു. ദേശത്തിൽ വലിയ വീട് വെച്ച് ചെറിയ സൈന്യവുമായി സംഘടിച്ച് പാർക്കുന്ന മനുഷ്യരാണ് അവിടുത്തെ നീതി ന്യായങ്ങളെ നിർവഹിച്ചിരുന്നത്. ഇതിനെ സിറ്റി ഗേറ്റ് ജുഡീഷ്യറി എന്നാണ് വിളിച്ചിരുന്നത്. അത്തരത്തിൽ എങ്ങാണ്ട് നിന്നോ കൂടാര സാമഗ്രിയുമായി കൂടോടെ കയറി വന്നവരിപ്പോൾ നാടുവാഴി ചമഞ്ഞ് ജീവിക്കുന്നതിൽ ആ ദേശത്തിന് വല്ലാത്ത അസൂയയും വൈരാഗ്യവും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ 2 ദൂതന്മാർ ലോത്തിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. ലോത്തിന്റെ വീട്ടിൽ കാണാൻ കൊള്ളാവുന്ന 2 ചെറുപ്പക്കാർ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന ശ്രുതി നാട് മുഴുവൻ അറിഞ്ഞപ്പോൾ ആ ദേശത്തിലെ സകല പുരുഷന്മാരും അത് രാത്രി തന്നെ ചൂട്ടും കടിച്ചു പിടിച്ചുകൊണ്ട് ലോത്തിന്റെ വസതി വളഞ്ഞ് അവനോട് വിളിച്ചു പറഞ്ഞു, നിന്റെ വീട്ടിൽ ലാഭക്കാലെത്തിയ പുരുഷന്മാരെ ഞങ്ങൾക്ക് ഭോഗിക്കാൻ നീ പുറത്തിറങ്ങുന്നു, ഇറക്കി വിട്ടുതരുന്നോ ഇല്ലയോ? ഒത്തുതീർപ്പിൽ എത്തിച്ചേർന്ന ലോത്ത് വീട് തുറന്ന് പുറത്തിറങ്ങി വാതിൽ അടച്ച ശേഷം ഈ ജനത്തോട് സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ ആതിഥ്യവും അഭയവും ആഗ്രഹിച്ചെത്തിച്ചേർന്ന ആ പുരുഷന്മാരുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. ഏതായാലും വഴിവിട്ട വികലമായ ഒരു തീരുമാനം കൂടി പറഞ്ഞു, എന്റെ വീട്ടിൽ കന്യകകളായ 2 പെൺമക്കളുണ്ട്, അവരെ വേണമെങ്കിൽ ബോധിച്ചതുപോലെ നിങ്ങൾ ചെയ്തോളൂ, ഞാൻ വിട്ടുതരാമെന്ന്. എത്തിച്ചേർന്നത് സുമുഖന്മാരായ ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ ഈ പെൺമക്കളെ അവർ കല്യാണം കഴിച്ചുകൊള്ളും എന്ന വിചാരത്തിലാണ് ധാരണയിൽ ഈ ലോത്ത് ഇത് പറഞ്ഞത് എന്ന് വ്യക്തമാണ്. ഏതായാലും ഇത് ചർച്ചയിൽ അരങ്ങേറുമ്പോൾ വീടിന്റെ പുറത്തു നിൽക്കുന്ന ചെറുപ്പക്കാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവൻ ഒരു പരദേശി, ഞങ്ങൾക്ക് ന്യായാധിപനാകാനും ഭാവിക്കുന്നു. ഞങ്ങൾ ആദ്യം എന്താണോ ചെയ്യുവാൻ എത്തിച്ചേർന്നത് ആ കാര്യം നിന്നിൽ ആരംഭിക്കും എന്ന് ആക്രോശിച്ചു. ഈ ശബ്ദം അകത്ത് കിടക്കുന്ന ദൂതന്മാരുടെ ചെവിയിലെത്തി. ദൂതന്മാരാണെന്ന് സത്യം ലോത്തിനോ കുടുംബാംഗങ്ങൾക്കോ നാട്ടുകാർക്കോ അറിയാമായിരുന്നില്ല. പെട്ടെന്ന് കതക് വെട്ടി തുറന്ന് പുറത്തൊത്തുതീർപ്പ് ശ്രമിക്കുന്ന ലോത്തിനെ ദൂതന്മാർ വീട്ടിനകത്തേക്ക് കയറ്റി വാതിൽ അടച്ചു. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അരങ്ങേറിയത്. 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വാതിൽക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃദ്ധം അന്ധത പിടിപ്പിച്ചു. അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു എന്ന്. ആ വാതിൽ തപ്പി നടന്ന് വിഷമിച്ച് അന്ധന്മാരായി തീർന്നവരിൽ ആരെങ്കിലും ഈ തെരുവിലൂടെ പോകുമ്പോൾ നമുക്ക് പിടിച്ചു നിർത്തി ചോദിക്കാം, എന്ത് പറ്റി? അങ്ങോട്ട് പോയിരുന്നപ്പോൾ നിനക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യം എന്താ? അപ്പോൾ അവർ ഒന്നിച്ചു പറയും, ഇങ്ങനെ ഞങ്ങൾക്ക് അബദ്ധം പറ്റി. എന്താ? ഞങ്ങളുടെ പട്ടണം സമൃദ്ധി കൊണ്ട് നിറഞ്ഞു, ഭവനങ്ങൾ നിക്ഷേപത്താൽ നിറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്നും ഇനിയുള്ള ജീവിതം സുഗമമായി ലൗകിക സന്തോഷം അനുഭവിച്ച് വിരമിക്കാമെന്നും ആനന്ദിക്കാമെന്നും ഞങ്ങൾ വ്യാമോഹിച്ചു. അത് ഞങ്ങളെ അന്ധരാക്കി മാറ്റി. ഈ ലോകത്തിൽ അനേകർ കാഴ്ച നഷ്ടപ്പെടുത്തുന്നത് ലൗകിക സന്തോഷങ്ങളിൽ സോപാനത്തിൽ ജീവിക്കാം എന്ന് വ്യാമോഹിക്കുമ്പോഴാണ്. സൊദോം ഗൊമോറ നിവാസികളെ പോലെ യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന അന്ധന്റെ കാഴ്ച ചിലപ്പോൾ നഷ്ടപ്പെട്ടത് ഈ വഴിക്കും ആകാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ
രണ്ടാം ഘട്ടം ചെന്ന് കയറിയ ഒരു പരാക്രമശാലിയെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ശിംശോൻ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അരുളപ്പാടുകൾക്ക് മുമ്പ് ഒന്നാം കല്യാണം കഴിഞ്ഞ് അവയെ ഉപേക്ഷിച്ച് രണ്ടാമത് കല്യാണത്തിന് അവൻ ചെന്ന് ദലീല എന്ന ഒരു ഫെലിസ്ത്യ കന്യകയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അവിടെ അവൻ പാർക്കുന്ന കാലത്ത് ഫെലിസ്ത്യരുടെ പ്രഭുക്കന്മാരെല്ലാം ദലീലയെ വശത്താക്കി അവളോട് പറഞ്ഞു, ഞങ്ങളിൽ നിരവധി പ്രഭുക്കന്മാരെ കൊന്നു കൊലവിളിച്ചിട്ടുള്ള ശിംശോനെ ദാഗോൻ എന്ന് നമ്മുടെ ദേവനാണ് നിന്റെ കയ്യിൽ എത്തിച്ചിരിക്കുന്നത്. അവനെ പിടിക്കാൻ പോയ ആളുകളെയെല്ലാം അവൻ വകവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവനെ പിടിച്ചു കെട്ടി ഒതുക്കി കൊണ്ടുപോകാൻ നീ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നാൽ ഞങ്ങൾ ഒരു പ്രഭു 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തുതീർപ്പിൽ എത്തിച്ചേർന്ന ശേഷം ആ പ്രിയപ്പെട്ട പെൺകുട്ടി ശിംശോന്റെ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന 7 ജടകളിലാണ് ശക്തി വളർന്നു നിൽക്കുന്നത്, ഉയർച്ചിരിക്കുന്നത് എന്നറിഞ്ഞ ശേഷം ആളെ വിളിപ്പിച്ച് 7 ജടകളും കത്തിരിച്ച് വിഭാടനം ചെയ്ത് അവനെ കൈയോട് ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ശിംശോനെ കൊണ്ടുപോകുന്ന വഴിക്ക് 2 കണ്ണുകളും കുത്തിപ്പൊട്ടിച്ച് കാഴ്ച നഷ്ടപ്പെടുത്തി. തുടർന്ന് ദാഗോന്റെ അമ്പലത്തിലെ ഗ്യാലറിയിൽ 3000-ൽ പരം ആളുകൾക്ക് ആഘോഷിക്കുവാൻ സാധിക്കുന്ന വേദിയിൽ ഇവനെ കാരാഗ്രഹത്തിൽ നിന്നും അഴിച്ചു കൊണ്ടുവന്ന് 2 തൂണുകൾക്കിടയിൽ ചെമ്പ് ചങ്ങലകൾ കെട്ടി ബന്ധിച്ച് നിർത്തി. ജനം പാടുന്നതിനൊത്ത് ഈ പ്രിയപ്പെട്ട ശിംശോൻ ആടുകയാണ്, നൃത്തം ചെയ്യുകയാണ്. അവൻ പഠിച്ചിട്ടുണ്ട് നൃത്തം എന്ന് തോന്നുന്നില്ലെങ്കിലും ഈ ആട്ടത്തിനിടയിൽ ഈ നമ്മുടെ കൊച്ചുമോനെ വിളിച്ച് വിട്ട് ചോദിക്കാം. നമ്മുടെ നാടൻ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ, അണ്ണ നിനക്ക് എന്ത് പറ്റി? അപ്പോൾ ശിംശോൻ പറയും, മക്കളെ അബദ്ധം പറ്റി. എന്താണ് അബദ്ധം? ആരോഗ്യമുണ്ട് ശരീരത്തിൽ എന്ന് വിചാരിച്ച് കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് പുറത്ത് എൻ്റെ ലൈംഗിക താല്പര്യത്തിനും സുഖത്തിനും വേണ്ടി പരക്കം പാഞ്ഞ് ലൗകിക മ്ലേച്ഛതയിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് നഷ്ടപ്പെടുത്തിയത് എൻ്റെ കാഴ്ചയാണ്. ഞാനത് ചിന്തിച്ചു പോയില്ലെന്ന്. അങ്ങനെ ഈ ലോകത്തിൽ നിരവധി ആളുകൾക്ക് ചിലപ്പോൾ കാഴ്ച നഷ്ടപ്പെടുന്നത് ആരോഗ്യമുള്ള ശരീരമുള്ളത് കൊണ്ടല്ല, ലൗകിക സന്തോഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു പോകുന്നത് കൊണ്ട്. കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് പുറത്തുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് ആ ബന്ധത്തിൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അങ്ങനെയാവാം ചിലപ്പോൾ ബത്സേദക്കാരന്റെ കാഴ്ച പോയത്. നമുക്ക് സത്യം അറിയില്ലല്ലോ, അവനോട് പറഞ്ഞാൽ അവൻ പറയുകയില്ല. മറ്റൊരുത്തനെ കാഴ്ച നഷ്ടപ്പെട്ടത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ എലിശാ പ്രവാചകനെ പിടിക്കാൻ വന്ന പട്ടാളക്കാരുടേതാണ്. പട്ടാളക്കാർ എലിശയെ പിടിക്കാൻ വന്നതിനൊരു കാരണമുണ്ട്. ഈ പ്രവാചകൻ രാജാവ് ഈ യുദ്ധത്തിന് സജ്ജനായി രാജ്യത്തിൽ നിന്നും സൈന്യത്തെ അയക്കുമ്പോൾ അദ്ദേഹം സ്വന്തം രാജ്യത്തിലെ യഹോരാം എന്ന രാജാവിന് അറിയിപ്പ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു രാജാവ് പടയേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അറിയിച്ചു കൊടുക്കുമ്പോൾ യുദ്ധം പരാജയപ്പെടുന്നു. അതുകൊണ്ട് പ്രവാചകനായ എലിശയെ പിടിച്ചു കെട്ടി കൊണ്ടുപോയാലേ യുദ്ധത്തിൽ അവർക്ക് ശത്രുപാളയത്തിൽ വിജയമുണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് എലിശയെ ആക്രമിക്കാനും പിടിച്ചു കൊണ്ടുപോകാനും ഒരു പട്ടാളത്തെ പറഞ്ഞയച്ചു. ബെൻഹദദ് അയച്ച സൈന്യം വന്ന് തമ്പടിച്ചു. തന്റെ പാളയത്തിന് പുറത്ത് വീടിന് ചുറ്റും വളഞ്ഞു കിടക്കുകയാണ്. ആ ദിവസം സംഭവത്തെ വിശദീകരിക്കുന്നില്ല ഞാൻ. പ്രവാചകൻ ഇറങ്ങി വന്നിട്ട് ആദ്യം പ്രാർത്ഥിച്ചു, കർത്താവേ ഈ പട്ടാളത്തിന്റെ കാഴ്ച ഇല്ലാതാകട്ടെ എന്ന്. തുടർന്ന് തന്റെ ബാല്യക്കാരൻ ഇവരെ ക്യൂ ആയി നിർത്തി ശബരിയിലെ പട്ടാളം യഹൂദന്മാർ കിടക്കുന്ന പാളയത്തിന്റെ നടുവിലേക്ക് കൊണ്ടു നിർത്തി പറഞ്ഞു, ഇവർ കാഴ്ച തിരികെ വരട്ടെ എന്ന്. കാഴ്ച ലഭിച്ച ഈ പട്ടാളക്കാർ തന്നെ പിടിച്ചു കൊണ്ടുപോകാൻ എത്തിച്ചേർന്ന ധൈര്യശാലികൾ മലയുടെ മുമ്പിൽ ഈയൽ കണക്കെ വിറച്ചുകൊണ്ട് നിൽക്കത്തക്കവണ്ണം ഇസ്രായേലിലെ സൈന്യം സംഘമായി കിടക്കുന്ന കാഴ്ച കണ്ട് അവർ ഞെട്ടിത്തരിച്ചു. ഈ പട്ടാളക്കാരോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്ന്. അവർ പറയും, ദൈവം വലിയവനായിരിക്കെ ഈ ലോകത്തിലെ രാജാക്കന്മാരുടെ പദവിയും അവരുടെ കൽപ്പനയും ഞങ്ങൾ അനുസരിക്കാം എന്ന് വിചാരിച്ചു. രാജാതിരാജാവിനെ ഞങ്ങൾ ഭയപ്പെട്ടില്ല. ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഞങ്ങൾ വ്യാപൃതരായി അവരുടെ ആജ്ഞകൾ ഞങ്ങൾ അനുസരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ദൈവത്തെ ഭയക്കാതിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കാഴ്ച പോയി എന്നായിരിക്കും ഇവർ പറയുക. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നഷ്ടപ്പെട്ടത് ഇവന്റെയും കാഴ്ച അങ്ങനെയായിരിക്കാം. മറ്റൊരു ഉദാഹരണം,
പൗലോസ് അപ്പോസ്തലന്റെ കാഴ്ച പോയ കാര്യമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ആദിമ ക്രൈസ്തവരെ പിടിച്ച് പീഡിപ്പിക്കാൻ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാര പത്രവുമായി താൻ പുറപ്പെടുന്നു. ദമസ്കോസിന്റെ യെരൂശലേമിലെ പടിവാതിൽ, ദമസ്കോസിന്റെ ആ വലിയ ഗേറ്റിനകത്തുകൂടെ താൻ പുറത്തേക്ക് പോകുമ്പോൾ ഉദ്ധിതനായ കർത്താവിന്റെ പ്രഭാപൂരം അവനെ ചുറ്റിമിന്നി, അവനെ കുതിരപ്പുറത്തു പൂഴിയിലിട്ട് ഉരുട്ടി കർത്താവ് മാനസാന്തരപ്പെടുത്തി. 3 ദിവസം അവൻ അന്നപേയങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് കാഴ്ച നഷ്ടപ്പെട്ടവനായിരുന്നു. പരിശുദ്ധനായ കർത്താവിന്റെ മുമ്പിൽ ഈ പ്രിയപ്പെട്ട അപ്പോസ്തലൻ പൗലോസിനോട് നമുക്ക് ചോദിക്കാം, എന്ത് പറ്റിയടോ തനിക്ക്? പൗലോസ് പറയും, ഞാൻ ദൈവത്തെ താങ്ങുകയാണ് എന്ന് കരുതിയാണ് ഈ പണി ചെയ്തത്. പക്ഷെ ദൈവത്തിനിട്ട് പണി ചെയ്യുന്നതാണ് നീ എന്ന് കർത്താവ് എന്നോട് ബോധ്യപ്പെടുത്തി. അതുവരെയും ഞാൻ ദൈവവേലയാണ് ഈ ആളുകളെ പീഡിപ്പിക്കുന്നതിലൂടെ ചെയ്യുന്നതെന്നാണ് വിചാരിച്ചത്. ഇതൊക്കെ എൻ്റെ കണ്ണിലെ കാഴ്ച നഷ്ടപ്പെടുത്തുന്നവയായിരിക്കും എന്ന് ഞാൻ കുടിച്ച വെള്ളത്തിൽ പോലും വിചാരിച്ചിരുന്നില്ലെന്ന്. പലപ്പോഴും ചെയ്യുന്നത് ദൈവവേലയല്ല, ദൈവത്തെ വേല വയ്ക്കുന്നതാണ് എന്ന് പൗലോസ് വഴി അപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെയും ചില ആളുകൾ കാഴ്ച നഷ്ടപ്പെട്ടവരായിട്ടുണ്ട്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ മടങ്ങി വന്ന് നിർത്തിക്കോളാം. പൗലോസ് അപ്പോസ്തലന്റെ 1ാമത്തെ മിഷണറി യാത്രയെ കുറിച്ച് വിശദീകരിച്ച് തുടങ്ങുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13-ാം അധ്യായം മുതലാണ്. അന്ത്യോക്യയിലേക്ക് ഞാൻ പ്രസംഗിക്കാൻ ഇനി കവല പ്രസംഗത്തിന് തുടങ്ങുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ തന്റെ സഹചാരിയായ തിമോഥെയോസ് പറഞ്ഞു, ഞാനും പോകുന്നു എന്ന്. അങ്ങനെ ബർന്നബാസ് പറഞ്ഞു, ഞാനും പോകുന്നു എന്ന്. ബർന്നബാസ് ചേർന്ന് രണ്ടുപേരുമായി ചെന്ന് കവല പ്രസംഗം ആരംഭിച്ചു. ഈ പ്രസംഗത്തിലൂടെ അനേകരെ ദൈവം അത്ഭുത വെളിച്ചത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയും കേൾവിയുമായി പ്രിയപ്പെട്ട ആ ദേശത്തിലെ നാടുവാഴിയായ സെർഗ്യോസ് പൗലൂസിന്റെ ചെവിയിൽ എത്തിച്ചേർന്നു. സെർഗ്യോസ് പൗലൂസിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രസംഗം കേൾക്കുക കൊള്ളാമെന്ന് മോഹമുണ്ടായിരുന്നു. സെർഗ്യോസ് പൗലൂസ് കൊട്ടാരത്തിലേക്ക് പൗലൂസ് പ്രസംഗിയാനെ ക്ഷണിച്ചു. പൗലൂസ് അപ്പോസ്തലൻ തന്റെ പ്രിയപ്പെട്ട വിനീത സഹോദരൻ സഹപ്രവർത്തകരായ ബർന്നബാസുമായി ചെന്ന് പ്രസംഗം തുടങ്ങി. പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്റെ രാജസദസ്സിൽ രാജാവ് കൂടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ബർയേശു എന്ന എലിമാസ് എന്ന മറ്റൊരു പേരുകാരൻ കൂടിയായവനാണ്. അവൻ അടുത്തിരിക്കുമ്പോൾ ഈ രാജാവ് സെർഗ്യോസ് പൗലോസ് ഏതാണ്ട് ഈ പ്രസംഗം കേട്ട് മാനസാന്തരത്തിന്റെ മുഖഭാവത്തിലെത്തുന്നു എന്ന് അടുത്ത് നിൽക്കുന്ന എലിമാസ് കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ രാജാവിനെ ചൊറിഞ്ഞുകൊണ്ട് പറയുന്നു, പ്രസംഗം കേൾക്കുന്നതിന് തരക്കേടില്ല, മാനസാന്തരം ഒരു രാജാവിന്റെ ഭൂഷണമല്ലെന്ന്. ഇത് ആവർത്തിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കൊട്ടാരമൊന്നും നോക്കാതെ അപ്പോസ്തലൻ പൗലോസ് എഴുന്നേറ്റ് ഈ പ്രിയപ്പെട്ട രാജാവിന്റെ മുമ്പിൽ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുന്ന മന്ത്രവാദി എലിമാസിനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവരെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളിൽ മറിച്ചു കളയുന്നത് നീ മതിയൊക്കുന്നില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്രൂരമായ വാക്കുകൾ പൗലോസ് അപ്പോസ്തലൻ കൊട്ടാരമെന്ന് നോക്കാതെ വിളിച്ച മന്ത്രവാദിയോട് പറഞ്ഞപ്പോൾ തന്നെ മന്ത്രവാദി കാഴ്ച നഷ്ടപ്പെട്ട് അന്ധനായി മാറി. അവൻ കഥക് തപ്പിത്തടഞ്ഞ് നോക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നമുക്ക് ചെന്ന് ചോദിക്കാം, പറഞ്ഞിട്ട് പോ, നീ ചോദിക്കട്ടെ, ഞാൻ നിനക്ക് എങ്ങനെയാ കാഴ്ച പോയത്? എലിമാസ് പറയും, എനിക്ക് ഒരാവശ്യവുമുള്ള കാര്യമായിരുന്നില്ല. ഒരുത്തൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറായി വന്നപ്പോ അവന് ഇടയ്ക്ക് കയറി കുറുകെ തടസ്സം സൃഷ്ടിച്ചതാണ് എന്റെ കാഴ്ച പോയത്. അതാണ് എന്റെ കാരണം എന്ന്. എനിക്കൊരാവശ്യവും ഉണ്ടായിരുന്നില്ല. ഒരുത്തന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ വന്നു, അപ്പോൾ ഞാൻ തടസ്സമായി നിന്നു. അതാണ് എന്റെ കാഴ്ച പോകാൻ കാരണം. അങ്ങനെ പണത്തിന് മുമ്പിൽ അഹങ്കരിച്ചപ്പോൾ അന്ന് ദൈവസന്നിധിയിൽ കാഴ്ച നഷ്ടപ്പെട്ടു കുറെ ആളുകൾക്ക്. സൊദോം ഗൊമോറയിൽ വികാരത്തിന് അടിമപ്പെട്ടപ്പോൾ ഒരുത്തന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ കൽപ്പനകളെ നിസ്സാരമായി ചിന്തിച്ച് ലോക പ്രമാണത്തിനൊത്ത് തീരുമാനങ്ങൾ എടുത്തപ്പോൾ ഒരു കൂട്ടം പട്ടാളക്കാരുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അപ്പോസ്തലൻ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന ഭക്തരായ ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ ഭക്തി ഒരു വശത്തിരിക്കെ തന്നെ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി.
യേശു കർത്താവിൽ വിശ്വാസപൂർവ്വം ഭക്തിയോടെ എത്തിച്ചേരാൻ ഒരുവൻ തയ്യാറെടുത്തപ്പോൾ അവന് തടസ്സം സൃഷ്ടിച്ച മന്ത്രവാദിയുടെ കാഴ്ച പോയി. യേശു കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന ബത്സയിദക്കാരനായ അന്ധന്റെ കാഴ്ച ഇതിലേതെങ്കിലും ഒരു വഴിക്ക് നഷ്ടപ്പെടുത്താനാണ് സാധ്യത. യേശു കർത്താവെ, ഇവനെ തുടരണമേ, പെട്ടെന്ന് വിടണമേ എന്ന് പറഞ്ഞതിനിടയ്ക്ക് കർത്താവ് ഉടനെ പിടിക്കാതെ വിടാതെ സൗഖ്യമാക്കി അയക്കാതെ കർത്താവ് ഇവരെ കയറി പിടിച്ചത് അതുകൊണ്ടാവാനാണ് സാധ്യത. യേശു കർത്താവ് അവനെ കയറി പിടിച്ചു. ക്രിസ്ത്യൻ എത്തിക്കൽ ഹെർമനൂട്ടിക്സ് അനുസരിച്ച് യേശു തൊടുക, പിടിക്കുക എന്നത് യേശുവിന്റെ സ്നേഹം, ആദരവ്, ബഹുമാനം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാം. എന്നാൽ ആവർത്തിച്ച് രൂപാന്തരപ്പെടാനുള്ള വഴി മുമ്പിൽ തെളിയിച്ചു വച്ചിട്ട് ആ വഴിയെ നീ രക്ഷപ്പെടും എന്ന് ആവശ്യപ്പെടുമ്പോൾ കേൾക്കാതിരിക്കുമ്പോൾ നിവൃത്തിയിട്ട് ചിലപ്പോൾ കർത്താവ് ചില മനുഷ്യരെ കയറി അങ്ങനെ പിടിക്കാറുണ്ട്. പൗലോസ് അപ്പോസ്തലനെയും മറ്റുള്ളവരെയും ഒക്കെ കർത്താവ് ഇങ്ങനെ കയറി പിടിച്ചതാണ്. ഈ അന്ധനെ കർത്താവ് കയറി പിടിച്ചിട്ട് വിട്ടില്ല. വിടാതെ അവരെ ഊരിന് പുറത്ത് കൊണ്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഊരിന് പുറത്ത് കൊണ്ടുപോയത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഊരിന് പുറത്ത് കൊണ്ടുപോയിരുന്നത് ആരെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഒരു മനുഷ്യൻ കുഷ്ഠരോഗിയായി മാറിയാൽ അവനെ ഊരിന് പുറത്താക്കുമായിരുന്നു പണ്ട്. 2, ഒരു സ്ത്രീ രക്തസ്രവക്കാരിയാകിയാൽ അവളുടെ പാപം കൊണ്ടാണ് ഈ രോഗം വന്നത് എന്ന് യഹൂദ റബ്ബിമാർ തൽമൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യാഖ്യാനിച്ച് അവളെ ഗ്രാമത്തിന് വെളിയിലാക്കിയിരുന്നു. 3, ഒരുത്തൻ രാജ്യദ്രോഹ കുറ്റവാളിയായാൽ റോമൻ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ അവനെ പരസ്യമായി ക്രൂശിച്ചു കൊല്ലാൻ വിധിച്ച് ഗ്രാമത്തിന് പുറത്തേക്ക് തള്ളിക്കളയുമായിരുന്നു. ഇങ്ങനെ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ പട്ടണം മതിൽ പണിതിരുന്നതിന് പുറത്ത്, അല്ലെങ്കിൽ മതിലില്ലാത്ത പട്ടണങ്ങളിലാണെങ്കിൽ സങ്കേത നഗരങ്ങൾ നിർമ്മിച്ചിരുന്നതിന് പുറത്ത് ഇത്തരത്തിലുള്ള കൃത്യം ചെയ്ത മനുഷ്യരെ നശിപ്പിച്ചാൽ പട്ടണത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. യേശു ഒരിക്കൽ കാഴ്ച ഉണ്ടായിരുന്നിട്ട് അതില്ലാതാക്കി കളഞ്ഞ മനുഷ്യരായതുകൊണ്ടാവണം ഇവനെ കർത്താവ് നിന്ദയുടെയും അപമാനത്തിന്റെയും വഴിയിലൂടെ പോയാലേ ഇനി അവൻ നന്നാകൂ എന്ന് ചിന്തിച്ചിട്ട് അപമാനിതരാകുന്ന കണക്കിൽ ജീവിക്കുന്ന മനുഷ്യരെ കൊണ്ട് തള്ളുന്ന ഗ്രാമത്തിന് വെളിയിലേക്ക്, ഊരിന് പുറത്തേക്ക് ഇവനെ കൊണ്ട് നിർത്തിയത്. യേശു കർത്താവ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മര്യാദയോടെ കാഴ്ചപ്പെടുന്നതിനും കാഴ്ച പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ള ആഹ്വാനം ചെയ്തിട്ട് അത് അനുസരിക്കാതെ വന്നാൽ ചിലപ്പോൾ പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ മാറിയിട്ടേ നന്നായിട്ടുള്ളൂ. ഇതാണ് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് ഇവനെ കയറി പിടിച്ചത്, ഇവനെ പാടുവിട്ട് സൗഖ്യമാക്കുന്നത്? വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നൊരു വേദഭാഗമുണ്ട്. കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3, 4, 5, 6 വാക്യങ്ങൾ. അവിടെ പറയുന്നു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകത്തിൽ അപമാനം വരുത്തുന്നവരുമാകെ കൊണ്ട് അത്തരക്കാരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല എന്ന്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, ഒരിക്കൽ എൻലൈറ്റൻഡ് ആയ ആളുകൾ, ഒരിക്കൽ സ്വർഗത്തിലെ ദാനം അങ്ങനെ അനുഭവിച്ച ആളുകൾ, ദൈവത്തിന്റെ വചനം പഥ്യം എന്നറിഞ്ഞ് ചിലതൊക്കെ വർജിക്കേണ്ടതാണ് എന്ന് നിശ്ചയിച്ച് തീരുമാനത്തിൽ എത്തിച്ചേർന്ന ആളുകൾ, ഒരിക്കൽ പരിശുദ്ധാത്മാവിന്റെ ദാനം അങ്ങനെ പ്രാപിച്ചവർ, അവർ പോലും വീണ്ടും പാപത്തിന്റെ വഴിയിൽ കുടുങ്ങി പരാജയപ്പെട്ടു പോയാൽ അവരെ വീണ്ടും പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ എളുപ്പമല്ലെന്നാണ് വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നതും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും. ഈ വാക്യത്തെ കൂടുതൽ ബലപ്പെടുത്തുന്ന മറ്റൊരു വാക്യം 2 പത്രോസ് 2-ാം അധ്യായം 20-ാം വാക്യം. ഒരിക്കൽ ദൈവത്തിന്റെ വെളിച്ചം പ്രാപിച്ചവൻ വീണ്ടും പഴയ പാപ ജീവിതത്തിലേക്ക് കുടുങ്ങി തോറ്റുപോയാൽ അവന്റെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തിനേക്കാൾ അധികം വഷളായി പോയി എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട്
കാഴ്ചയുള്ള ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ വീഴ്ച ഉറപ്പാണ്. ആവർത്തിച്ച് ആ കാഴ്ചയില്ലാത്ത ജീവിതത്തിൽ യാത്ര ചെയ്താൽ പിന്നെ കാഴ്ചയിലേക്കും രക്ഷയിലേക്കും ആ നഷ്ടപ്പെടുത്തി കളഞ്ഞ പ്രകാശത്തിലേക്കും തിരിച്ചു വരിക അത്ര എളുപ്പമുള്ളതല്ല. പുതിയ വർഷത്തിൽ കർത്താവ് അതുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ലഭിച്ച കാഴ്ചയിൽ ഉറച്ചു നിൽക്കണം, ആ വെളിച്ചത്തിൽ ജീവിതം നയിക്കണം. അതിൽ നിന്നും നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ തിരിച്ചു വരിക എളുപ്പമല്ല. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, ഒരിക്കൽ സ്വർഗീയ ദാനം ആസ്വദിച്ചവർ ഈ വെളിച്ചത്തിൽ നിന്നും മടങ്ങിപ്പോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തിനേക്കാൾ അധികം വഷളായി പോയി എന്ന് വ്യക്തമായി തിരുവചനത്തെ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഈ പ്രിയപ്പെട്ട അന്ധനെ കർത്താവ് പിടിച്ച് ഊരിന് പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ നിർത്തി അവന്റെ കണ്ണുകളെ കർത്താവ് സൂക്ഷിച്ചത് നോക്കി. അവന്റെ കണ്ണുകളിൽ സൗന്ദര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, അവന്റെ വെളിച്ചമില്ലാതിരിക്കുന്നു. അക്വസ്യൂമറും വിട്രിയസ്യൂമറും ഒക്കെ പുറത്ത് കലങ്ങിക്കാടി. കാഴ്ചയില്ലാതെ സൗന്ദര്യം നഷ്ടപ്പെട്ട ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല മൂക്കുണ്ട്, നല്ല നെറ്റിയുണ്ട്, നല്ല ചെവിയുണ്ട്, നല്ല വായുമുണ്ട്. ഇവിടെ ഒന്നും കർത്താവ് തുപ്പാതെ വൃത്തികിട്ടിരിക്കുന്ന കണ്ണിൽ കർത്താവ് കാർക്കിച്ച് തുപ്പി. യേശു തുപ്പിയാലും ഉപദേശം തുപ്പിയാലും തുപ്പൽ തന്നെയാണ്. ഉമിനീരിന് ഏതാണ്ട് ഒരു മെഡിസിനൽ എഫക്റ്റ് ഉള്ളത് കൊണ്ട് കർത്താവ് തുപ്പി എന്ന് വ്യാഖ്യാനിക്കാം. എന്നാൽ അങ്ങനെ ഉമിനീരിന് അത്ര മെഡിസിനൽ എഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ അന്ധരായി മാറുന്നവരെ ഇരുത്തി വളഞ്ഞിരുന്ന് ഈ പണി ചെയ്താൽ മതിയായിരുന്നു. കർത്താവ് തുപ്പി എന്ന് പറഞ്ഞാൽ അപമാനിച്ചു, അവഹേളിച്ചു എന്നല്ലാതെ മറ്റൊരർത്ഥം അതിനില്ല. ആര് തുപ്പിയാലും നമ്മെ ആകെ അത് വേദനിപ്പിക്കും. നമ്മൾ നടന്നു പോകുമ്പോൾ സ്വന്തം പറമ്പിൽ ഒരുത്തൻ കാർക്കിച്ചു തുപ്പിയാലും മതി, നമ്മൾ തിരിഞ്ഞു നോക്കും, എന്നെ നോക്കിയാണോ ഈ പണി ചെയ്തത് എന്നാണ് നാം നോക്കി പോവുക. തുപ്പുക എന്ന് പറയുന്നത് അപമാനിക്കുക എന്നതാണ് വ്യക്തം. കർത്താവ് അവന്റെ കണ്ണിൽ തുപ്പി, എന്നിട്ട് അവന്റെ മേൽ കൈവച്ചു. ഇനി വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. തുപ്പിയത് കണ്ണിൽ, മേൽ കൈവച്ചു, എന്നിട്ട് ചോദിച്ചു, നിനക്ക് വല്ലതും കാണാമോ എന്ന്. കാണാൻ ശ്രമിക്കുകയാണ് അവൻ. അവൻ നിൽക്കുന്ന സ്ഥലത്ത് മേൽ പെട്ട് നോക്കി. He lifted up and said, I saw a man as priest walking. അവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് പെരുവിരലും ഈ നിലത്ത് വരുത്തി നിന്നുകൊണ്ട് ഇങ്ങനെ മുറിഞ്ഞു. ഇങ്ങനെ നിന്നിട്ട് ഒറ്റ വാചകത്തിൽ 3 കള്ളം അവൻ പറഞ്ഞു. ഇങ്ങനെ നിന്നാണ് പറയുന്നത് ഓർക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ഈ അവൻ മേലോട്ട് നോക്കി എന്നല്ല എഴുതിയിരിക്കുന്നത്, മേൽ പെട്ട് നോക്കി എന്നാണ്. കുറച്ചുകൂടെ പൊങ്ങി. എന്നിട്ട് അവൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, എനിക്ക് മനുഷ്യരെ കാണാം. മാനത്ത് തോന്നുന്നത് മനുഷ്യരെ കാണുന്നത് നമുക്ക് പതിവില്ല. ഇവൻ ഇങ്ങനെ നോക്കി പറഞ്ഞു, എനിക്ക് മനുഷ്യരെ കാണാം. ഒന്നാമത്തെ കള്ളം. 2, ഈ മനുഷ്യരൊക്കെ മരങ്ങളെ പോലെയാണ് നടക്കുന്നത്. 3ാമത്തെ കള്ളം. മനുഷ്യൻ നമ്മൾ നോക്കിയിട്ട് ആരും തണ്ടും തടിയും പൂവും കായും വേരുമൊക്കെ ഇറങ്ങിയ മനുഷ്യരായി നിൽക്കുന്നത് കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ കാണുന്ന മനുഷ്യരൊക്കെ മനുഷ്യരെ പോലെ അല്ല, മരങ്ങളെ പോലെയാണ് നടക്കുന്നത്. 3ാമത് പറഞ്ഞു, ഈ മരങ്ങളെല്ലാം ആകാശത്തൂടെയാണ് നടക്കുന്നത് എന്ന്. നമ്മളാരും ആകാശത്തൂടെ മനുഷ്യര് നടക്കുന്നത് കണ്ടിട്ടില്ല. 69-ൽ ഒരു ലേക്ക എന്ന നായ അങ്ങ് പോയി ആകാശത്ത് നടന്നു. ടെലിവിഷൻ ഒന്നും നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതും കണ്ടിട്ടിരിക്കാൻ സാധ്യതയില്ല. ഏതായാലും ഇവൻ പറഞ്ഞു, ദൈവം സന്നിധിയിൽ കർത്താവ് ചോദിച്ചപ്പോഴാണ് വെളിപ്പെടുത്തുന്നത്, ഞാൻ നടക്കുന്ന മനുഷ്യരെ മരങ്ങളെ പോലെ ആകാശത്ത് കണ്ടു. ഞാൻ മനുഷ്യരെ മരങ്ങളെ പോലെയാണ് കണ്ടത്. എടോ, നീ എന്തിനാ ഈ മനുഷ്യരെ മരങ്ങളാണെന്ന് പറഞ്ഞത് ചോദിക്കാം. അവൻ പറയും, ഞാൻ സത്യം പറഞ്ഞതാ, ഈ ബോംബെയിൽ മനുഷ്യരായിട്ട് ആരാണുള്ളത്? ഞാനല്ലാതെ, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമല്ലാതെ ഈ പള്ളിയിൽ ആരാണ് മനുഷ്യരായിട്ടുള്ളത്? ഇത്തിരി മനുഷ്യത്വമുള്ളത് എനിക്ക് മാത്രമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റു മനുഷ്യരെല്ലാം മരങ്ങളാണ്. ആ മരങ്ങളാണ്. മരത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ, ഡിസ്റ്റൻസ്. They will keep a distance. ഒരു അകലം പാലിച്ചു നിൽക്കുകയാണ്, ആരുമായിട്ട് അടുക്കുന്നില്ല. അങ്ങനെ അകലത്തിൽ നിൽക്കുന്നതാണ് മനുഷ്യൻ. ഈ മരത്തിനൊരു കുഴപ്പമുണ്ട്, അടിയിൽ ആരും വളരാൻ സമ്മതിക്കത്തില്ല. സ്വയം വളർന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ചുവട്ടിൽ ഒന്നിനെയും വളരാൻ സമ്മതിക്കത്തില്ല. മരങ്ങളാണെന്ന് ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. ആകാശത്തൂടെയാണ് നടക്കുന്നത്. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആക്കിയാൽ മക്കളെ എങ്ങനെ പറയാൻ? ആകാശത്തൂടെയാണ് നടക്കുന്നത് നെഗറ്റീവ് ആക്കിയാൽ
തറയിൽ കൂടെയല്ല നടക്കുന്നത്. എന്നാ പിന്നെ ആരാ നിലത്തൂടെ നടക്കുന്നത്? ഞാനല്ലാതെ പിന്നെ ആരാ ഇവിടെ നിലത്തൂടെ നടക്കുന്നത്? മറ്റെല്ലാം ആകാശത്തൂടെയാണ് നടക്കുന്നത്. കുറെ വളർന്നവരാ, അവരെല്ലാവരും മുകളിലൂടെ സഞ്ചരിക്കുകയാണ്. ഇത്തിരി വിനയവും ഇത്തിരി താഴ്മയും ഇത്തിരി എളിമയും ഒക്കെ ഉള്ളത് എനിക്കല്ലാതെ വേറെ ആർക്കാ എന്നാണ് ഈ മനുഷ്യൻ കർത്താവിനോട് പറയാൻ ശ്രമിച്ചത്. കർത്താവ് കണ്ണിൽ തുപ്പിയ ശേഷം അവന്റെ മേലാണ് കൈവച്ചത്. എന്തിനാണ് രണ്ടാമതും കർത്താവ് ഒരു കൈവെപ്പിന്റെ ആവശ്യം വന്നത്? ചില ആളുകൾക്ക് മാത്രം ഒരു സെക്കൻഡ് ടച്ച് ആവശ്യമായി വരും. ഇവനെ പോലെ കർത്താവ് പല പ്രാവശ്യം സ്പർശിച്ചാലും നന്നാവത്തില്ല. അപമാനത്തിന്റെ വഴിയിലൂടെ പോയിട്ടേ നന്നാവുകയുള്ളൂ. അത്തരത്തിൽക്കാർ രണ്ടാമതൊരു സ്പർശനത്തിലൂടെ മാത്രമാണ് നന്നാവുക. യേശു കർത്താവ് രണ്ടാം പ്രാവശ്യം അവനെ തുപ്പിയ കണ്ണിൽ തന്നെ കൈവച്ചു. വേദപുസ്തകത്തിൽ അങ്ങനെയാണ് വിവരിക്കുന്നത്. ആദ്യം അവന്റെ കണ്ണിൽ തുപ്പി കൈ അവന്റെ മേൽ വെച്ചു. അവൻ കള്ളം പറഞ്ഞു. കർത്താവ് രണ്ടാമത് അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. എന്തിനാണ് കർത്താവ് രണ്ടാമത് കണ്ണിന്മേൽ കൈവച്ചത്? ഒരു ചെറിയ പരീക്ഷണം നടത്തി ഞാൻ അവസാനിപ്പിക്കാം. പകലായതുകൊണ്ട് നല്ല വെളിച്ചം, എൻ്റെ കറുത്ത മുഖമാണെങ്കിലും നിങ്ങൾക്ക് ഈ വെളിച്ചത്തിനകത്ത് കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരും എൻ്റെ ഈ നെറ്റിയിൽ നോക്കിക്കോണം. എല്ലാവരും നോക്കിക്കോണം. ശ്രദ്ധിക്കാതെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരാളെ ഞാൻ തൊടാൻ വേണ്ടി വരികയാണ്. ഈ വിരൽ കൊണ്ടാണ് ഞാൻ വരുന്നത്. ശ്രദ്ധിക്കാതെ പ്രസംഗം കേട്ടിരുന്ന ആൾക്ക് സ്വയമായിട്ട് അറിയാം. അവരെ തൊടാനായി ഞാൻ വരികയാണ്. നിങ്ങളിപ്പോ എവിടെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് എവിടെ നോക്കാനാ പറഞ്ഞത്? ഇപ്പൊ എവിടെ നോക്കിക്കൊണ്ടായിരുന്നത്? ഇവിടെ ഈ സംഭവിച്ചത് തന്നെയാണ്. യേശു കർത്താവ് അവന്റെ കണ്ണിൽ തുപ്പി അവനോട് മനസ്സിലാക്കിക്കൊള്ളാനാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത്. നീ നല്ലവനാണ്, സുന്ദരനാണ്, സുന്ദരിയാണ് എന്നാണ് നിന്നെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ കഴിയുന്നത് എങ്കിലും യു ആർ എ ബ്ലൈൻഡ്. നീ മനസ്സിലാക്കണമേ. അവൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് കർത്താവ് അവന്റെ കണ്ണിൽ തുപ്പിയ കണ്ണിൽ തന്നെ കർത്താവ് കൈ വെച്ചു. കൈ പോകുമ്പോ എല്ലാവരുടെയും കണ്ണ് കൈയുടെ പുറകെ പോകും. കൈ കണ്ണിൽ കൊണ്ടുവച്ചപ്പോൾ അപ്പോഴാണ് മനസ്സിലായത്, 1 മണിക്കൂർ പ്രസംഗിച്ചിട്ടും ഇത്ര വൃത്തികെട്ട മനുഷ്യനായിരുന്നോ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന കാര്യം. എല്ലാവരുടെയും ശ്രദ്ധ ഈ മനുഷ്യന്റെ കണ്ണിൽ പതിഞ്ഞു. ഇവൻ വെളിച്ചം നഷ്ടപ്പെട്ടവനാണെന്ന കാര്യം കർത്താവ് അവനെ നാട്ടുകാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇതോടെ ആദ്യം പറഞ്ഞു, നിന്റെ അന്ധത ഞാൻ നിനക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരികയാണ്. നാട്ടിൽ നാണങ്ങളിലും നാറുന്നതിന് മുമ്പ് നീ മാറുന്നതാണ് നല്ലത് എന്ന് കർത്താവ് അവനെ ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അവന്റെ മേൽ ആദ്യം കൈവച്ചു. നന്നായില്ല. തുടർന്ന് അപമാനത്തിന്റെ നടുവിൽ നിർത്തിയിരിക്കുമ്പോൾ തന്നെ അവൻ ആരെന്ന് നാട്ടിൽ വെളിപ്പെടുത്തി കൊടുത്തു. നാട്ടിൽ അവൻ മുഴുവൻ ഒരു അപമാന വിഷയമായി മാറി, അധപ്പതിച്ചു. അവന്റെ കാഴ്ചയില്ലായ്മയെ കുറിച്ച് കർത്താവ് അവന് മാത്രമല്ല നാട്ടുകാരുടെ മുമ്പിൽ വെളിപ്പെടുത്തി. അവൻ ഉടനെ മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. മനുഷ്യരെ മനുഷ്യരായി തിരിച്ചറിയാൻ കഴിയുന്നതിനെയാണ് രക്ഷ എന്ന് പറയുക. ദൈവവും മനുഷ്യനുമായുള്ള കുത്തനെയുള്ള ബന്ധവും ലോകത്തിലെ സകല സൃഷ്ടിയുമായുള്ള മനുഷ്യന്റെ വ്യക്തിബന്ധവും ഒന്നിച്ച് വരുന്ന ഈ കുരിശിന്റെ അനുഭവത്തെയാണ് രക്ഷ എന്ന് പറയുക. കുത്തനെ ദൈവവും ഞാനുമായുള്ള ബന്ധവും വിലങ്ങനെ ഹൊറിസോണ്ടലി ഞാനും ഈ ലോകത്തിലെ സർവ സൃഷ്ടിയുമായുള്ള അല്ലെങ്കിൽ മനുഷ്യരുമായുള്ള ബന്ധവും ജാതി, മത, വർഗ, വർണ്ണ വിവേചനം കൂടാതെയുള്ള ഈ കുരിശിന്റെ അനുഭവത്തെയാണ് രക്ഷ എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, നീ കാഴ്ച പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ 2 കാര്യങ്ങളെ എനിക്കിനി പറയാനുള്ളൂ. യേശു പറഞ്ഞു,
നീ ഊരിൽ കടക്ക പോലും അരുത്. നീ ഇനി ഊരിൽ കടക്കരുത്. നിന്റെ കാഴ്ചയില്ലാതാക്കിയ, നിന്റെ വെളിച്ചമില്ലാതാക്കിയ പഴയ സാഹചര്യങ്ങളുണ്ടല്ലോ, ഇനി മേലാൽ നീ ആ സാഹചര്യത്തിൽ മടങ്ങിപ്പോകരുത്. ഇത് വാസ് എ കമാൻഡ്. ഒരു കൽപ്പന കർത്താവ് അവരോട് പറഞ്ഞു. നിന്നെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. നിനക്ക് വെളിച്ചം തന്നത് നിന്റെ കൃപയാലാണ്. ഈ വെളിച്ചത്തിൽ നിന്നും നീ വീണ്ടും കാഴ്ചയില്ലാതാക്കുന്ന നിന്റെ ഊരിലേക്ക് കടക്കരുത്. ഇറ്റ് വാസ് എ കമാൻഡ്. ദെൻ കർത്താവ് രണ്ടാമതും അഡ്വൈസ് അവന് കൊടുത്തു. നിനക്ക് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. നീ നിന്റെ വീട്ടിലേക്ക് പോകാം. കർത്താവ് പറഞ്ഞു. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. വീട്ടിൽ കർത്താവ് നമ്മുടെ മേൽ സൂചിപ്പിക്കുന്നത്, അകത്തു വരുന്നവർ വെളിച്ചം കാണാൻ വിളക്ക് തണ്ടിന്മേൽ പ്രകാശിക്കണം. അകത്ത് വരുന്നത് ആരാ? അച്ഛന്മാരും പള്ളിക്കാരും ഇവിടുത്തെ എല്ലാ വിവരങ്ങളും തേടി വന്നപ്പോ അടുക്കളക്കകത്ത് വന്നിട്ടാണോ പോയത്? അല്ല. നമ്മുടെ ഭൂമുഖം വരെ, നമ്മുടെ മുൻഭാഗം വരെ അവരവിടെ വരെ വന്നിട്ടുള്ളൂ. അകത്ത് വരുന്നത് ആരാ? സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, സ്വന്തം മക്കൾ, രക്ഷകർത്താക്കൾ, ഇവർ മാത്രമാണ്. കർത്താവ് പറഞ്ഞു, ഈ ലോകം മുഴുവൻ പ്രകാശിക്കാൻ വരട്ടെ. ആദ്യം നീ അകത്തു വരുന്നവർക്ക് പ്രകാശമാകണം. വീട്ടിനുള്ളിൽ പ്രകാശിക്കണം. അകത്തു വരുന്നവർ വെളിച്ചം കാണട്ടെ. നിന്റെ ഭാര്യയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും രക്ഷകർത്താക്കളും ഒക്കെ ഉള്ളിൽ വരുന്നവരാണ്. ഉള്ളിൽ വരുന്നവർ പ്രകാശിക്കട്ടെ. ഇന്ന് അനേക ആളുകൾ വീട്ടുകാർക്ക് പ്രകാശിക്കാതെ നാട്ടുകാർക്ക് മുഴുവൻ ശോഭിക്കുന്നവരാണ്. കർത്താവ് പറഞ്ഞു, നിന്റെ കച്ചവടങ്ങളും മുഖഭാവവും അഭിനയവും ഒന്നും ചെലവാകാത്ത നിന്റെ വീട്ടിൽ നീ പ്രകാശിക്കണം. ആദ്യം ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ പ്രകാശിച്ചാൽ എവിടെ ചെന്നാലും പ്രകാശിക്കാം. അഭിനയിക്കാതെ പ്രകാശിക്കാം. അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ പ്രകാശിക്കണമെന്ന് ദൈവവിളി കേട്ട എല്ലാ മനുഷ്യരും ദൈവത്തിൽ പ്രകാശമായി ഈ ലോകത്തിൽ മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് ഈ പ്രിയപ്പെട്ട മനുഷ്യനോട് പറഞ്ഞു, ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഈ പകലിൽ എനിക്ക് നൽകിയ എല്ലാ സ്നേഹാദരങ്ങൾക്കും ഒരുപാട് നന്ദി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശു ശുശ്രൂഷയ്ക്ക് ഈ പട്ടണത്തിൽ ഒരിക്കൽ കൂടെ വരാൻ, നിങ്ങളെയൊക്കെ കാണാൻ, സൗഹൃദം പങ്കിടാൻ യേശു കർത്താവിൻ്റെ സ്നേഹമാണ് ഈ ബന്ധത്തിൽ എന്നെയും നിങ്ങളെയും കൊണ്ടെത്തിച്ചത്. ദൈവത്തിൻ്റെ കൃപയാൽ ബഹുമാനപ്പെട്ട അച്ഛനും കുടുംബവും എന്നെ വല്ലാതെ സ്നേഹിച്ചാദരിച്ചു, സൗഹൃദം പങ്കുവച്ചു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ അപ്പോഴായി നൽകി. നിങ്ങൾ ഒരു സഹോദരനായി, പിതാവായി, അമ്മയായി നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടായി. ഈ മക്കളെല്ലാവരും കൂടെ ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് കണ്ടത്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയല്ല, എനിക്ക് തോന്നിയത് ഇത് വയോജന കേന്ദ്രമാണ് എന്നാൽ ഈ മക്കൾ സുന്ദരന്മാരായ മക്കൾ ചെറുപ്പക്കാരോട് ഉണ്ടെന്ന് ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയും കരുണയും ഈ പ്രിയപ്പെട്ടവരിലൂടെ ഈ സഭ ഊർജ്ജസ്വലമാകട്ടെ. ദൈവാനുഗ്രഹമുള്ളതായി പുതുവർഷത്തിൽ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് സഭാദിനത്തിൻ്റെ സകല ഐശ്വര്യങ്ങളും നിങ്ങളെ ദൈവം നൽകി അണിയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അങ്കിൾമാർക്കും ആൻറ്റിമാർക്കും ഈ പ്രിയപ്പെട്ട മക്കൾക്കും സ്നേഹിതർക്കും ദൈവാനുഗ്രഹം നൽകിയ പുതിയ വർഷം കർത്താവ് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. കുറെ കൊച്ചു മക്കളും കൂടെയുണ്ട്. ആ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.